എവിടെ പോയാലും വീഡിയോ എടുക്കുന്ന ഒരു ശീലം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് രാവിലെ ജിമ്മിൽ പോയപ്പോഴത്തേക്കും ഒരു വീഡിയോ ചുമ്മാ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അന്നേരം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇനി ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടി വരുമെന്നുള്ളത്. ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ എൻ്റെ കാലിൽ എന്തോ തറച്ച് കയറിയത് കണ്ട് നോക്കിയപ്പോഴത്തേക്കും ആദ്യം കുപ്പിച്ചില്ലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ ശരിക്കും നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് അത് സിറിഞ്ചിന്റെ നീഡിലാണെന്നുള്ളത്. ശരിക്കും അത് കുത്തി കയറി തറച്ചിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഉപ്പൂറ്റിയുടെ മുകളിൽ. ഞാനത് വലിച്ചൂരി അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ മൊന ഒടിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ അതിന് അത്യാവശ്യം നീളമുണ്ടായിരുന്നു. അത് മൊത്തം എൻ്റെ കാലിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ശരിക്കും പ്രസ് ചെയ്തിരുന്നോ എന്തോ എനിക്ക് ഓർമ്മയില്ല, കാലിൻ്റെ ഉള്ളിലേക്ക് തറച്ച് കയറി നല്ല ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം ഞാനതും എടുത്ത് വീട്ടിലേക്ക് നടന്നു പോയി. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടിയിട്ടില്ല. ഹോസ്പിറ്റലിലേക്ക് പോകണോ അതോ വീട്ടിലേക്ക് പോകണോ എന്നുള്ളത്. തൊട്ടടുത്ത് തന്നെയായിരുന്നു വീടുണ്ടായിരുന്നത്. ഞാൻ താമസിക്കുന്നത് കാക്കനാട് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള IMG ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം. ഇവിടെ ഒരു പാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ അടുത്തൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലും ഉണ്ട്. അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ ആ വേദന സഹിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം തൊട്ടടുത്താണ് വീടുണ്ടായിരുന്നത്, ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഈ സൂചി കയറിയ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്നുള്ളത്. അവിടെ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാർ വന്ന് അവിടെ ഫുൾ ക്ലീൻ ചെയ്തു. ഒരുപാട് വേസ്റ്റുകൾ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. വന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ ബ്ലാക്ക് പുല്ല് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് എന്തോ സാധനം വിരിക്കുകയും അവിടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ പോകുന്ന വഴിയിലും ഒരുപാട് വേസ്റ്റ് കൊണ്ടിടുന്നുണ്ടായിരുന്നു. അതിനാണ് ഇവിടെ CCTV വെച്ചിട്ടുണ്ട്, വേസ്റ്റ് ഇടാൻ പാടില്ലെന്ന് എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നു, ഒരു 50 രൂപ കൊടുക്കാനില്ലാത്തത് കൊണ്ടാണോ പലരും പല സാധനങ്ങളും വലിച്ചെറിയുന്നത്? നിങ്ങൾ വലിച്ചെറിയുമ്പം ഇതുപോലത്തെ മെഡിക്കൽ വേസ്റ്റ് അടങ്ങുന്ന പല സാധനങ്ങളും, അതായത് പൊട്ടിയ കുപ്പിയുടെ കഷ്ണങ്ങള്, ബ്ലേഡ്, അതുപോലത്തെ പല സാധനങ്ങളും നമ്മൾ വലിച്ചെറിയുന്നുണ്ട്. ദയവ് ചെയ്ത് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. മാക്സിമം ഒരു 50 രൂപ കൊടുക്കാനില്ലാത്തത് കൊണ്ടാണോ? നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റ് എടുക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ടല്ലോ. ഒരു 50 രൂപ കൊടുത്തിട്ട് നിങ്ങൾ സേഫായിട്ട് ഡിസ്പോസ് ചെയ്യൂ. അല്ലാതെ ഇതുപോലെ റോട്ടിൽ വലിച്ചെറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലവർക്കും അതൊരു ദ്രോഹം വരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഈ ഒരു നീഡിൽ എൻ്റെ കാലിൽ തറച്ചു കയറി. ഞാൻ ഹോസ്പിറ്റലിൽ പോയി TT എടുത്തു. അത് മാത്രമല്ല, ഇപ്പൊ എൻ്റെ കാലിന് നല്ല സ്വെല്ല് ചെയ്ത് നീര് വച്ചിരിക്കുകയാണ്. കാല് അനക്കാൻ പറ്റുന്നില്ല, നല്ല വേദനയുണ്ട്. ഈ കുത്തിക്കേറിയ സൂചി ആര് യൂസ് ചെയ്തതാണ്, എങ്ങനത്തെ സൂചിയാന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെ മാരക അസുഖങ്ങൾ എനിക്ക് ഇനി വന്നേക്കാം. മഞ്ഞപ്പിത്തവോ HIV ഹെപ്പറ്റൈറ്റിസ് B അതുപോലത്തെ പല അസുഖങ്ങളും പിടിച്ചേക്കാം ഒരു പക്ഷേ. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് മറ്റുള്ളവർക്ക് വലിയൊരു ദോഷമാകും. ഇങ്ങനെ ചെയ്യാതിരിക്കൂ.